ഹൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചോറിനൊരു ഒഴിച്ചുകറിയും ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചൗച്ചവ് വെച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചൗച്ചവ് ആദ്യം തന്നെ വൃത്തിയാക്കി എടുക്കുക. അതിന്റെ തൊലി കളയുക. ഒരു ചെറിയ സീഡ് ഉണ്ടായിരിക്കും, അതും കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. ചാറുകറിക്ക് ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തോരന് വേണ്ടിയിട്ട് നന്നായി കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ചാറുകറി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പരിപ്പ് കഴുകി അടപ്പത്ത് വെച്ചു. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചൗച്ചവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ കറികൾ തയ്യാറാക്കി എടുക്കും ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. ചൗച്ചവ് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയും ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് വെന്ത് വരുമ്പോൾ നാളികേരവും മുളക് പൊടിയും ചേർത്ത് അരച്ചതും ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലും ചേർത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അതുകൊണ്ട് ചേർത്താൽ ചാറുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഒരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കനം കുറച്ച് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചൗച്ചവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരം അത് മൂടി വെച്ചതിന് ശേഷം തുറന്ന അതിലേക്ക് നാളികേരപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടി മൂടി വെക്കുക. നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ ചൗച്ചവ് തോരൻ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, എന്നെ സപ്പോർട്ട് ചെയ്തണം കേട്ടോ.